കൂടാതെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കറണ്ട് അഫെയർ ഫാക്റ്റിൽ നിന്നും സ്പോർട്സ് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണത്. ഇതിലൂടെ നമ്മൾ 4 ടൂർണമെൻറ്റുകളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദ്യം നോക്കാം. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വിജയിച്ചത് ഇന്ത്യയാണ്. ഇതിനെക്കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. 2024 പുരുഷ ലോകകപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. 2024 വനിതാ 2020 ലോകകപ്പ് വിജയിച്ചത് ന്യൂസിലാൻഡാണ്. അതും ശരിയാണ്. 2025 അണ്ടർ 19 ലോകകപ്പ് അണ്ടർ 19 വനിതയെന്നാണ് ഇത് വനിതയെന്നാണ് ലോകകപ്പ് വിജയിച്ചത് ദക്ഷിണാഫ്രിക്കയാണ്. ഇത് തെറ്റാണ്. വിജയിച്ചതാരാണ്? 2025 വനിതാ ലോകകപ്പ് അണ്ടർ 19 വിജയിച്ചത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് വിജയിച്ചത്. അപ്പോൾ നമുക്കിവിടെ 2025 വനിതാ ലോകകപ്പിനെ ആദ്യം പഠിക്കാം. അതിൻ്റെ 2020 അണ്ടർ 19 ഫസ്റ്റ് പഠിക്കേണ്ടത്. ഓക്കെ, വനിതാ 2020 ലോകകപ്പിൽ അണ്ടർ 19 നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോർഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, വിജയിച്ചത് നമുക്കറിയാം, ഇന്ത്യയാണ് വിജയിച്ചത്. 19 വയസ്സിൽ താഴെയുള്ള താരങ്ങൾ പങ്കെടുക്കുന്ന 2020 വേൾഡ് കപ്പാണ് ഈ പറയുന്നത്, വനിതാ വേൾഡ് കപ്പാണ്. റണ്ണറപ്പായത് ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയാണ് റണ്ണറപ്പായത്. ഫൈനലിലെ താരം തൃഷ എന്ന് പറയുന്ന താരമാണ് ഫൈനലിലെ താരമായത്. ക്യാപ്റ്റൻ, ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റനായത് നിക്കി പ്രസാദാണ് ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റനായത്. തൃഷ, ഈ പറഞ്ഞ ഫൈനലിലെ താരം തൃഷയാണ്. ഈ അണ്ടർ 19 2020 വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് സെഞ്ചുറി നേടിയ താരം. അതുപോലെ വൈഷ്ണവി ശർമ്മയുടെ പ്രത്യേകത, ആദ്യമായിട്ട് ഹാട്രിക് നേടിയ താരവും വൈഷ്ണവി ശർമ്മയാണ്. പിന്നെ ഒരു മലയാളി വനിത ടീമിലുണ്ടായിരുന്നു. അവരുടെ പേരാണ് VJ ജോഷിത. ചോദ്യം വരാം. അതുപോലെ 2024 2020 വേൾഡ് കപ്പ് പഠിക്കേണ്ടതുണ്ട്. 2024 2020 വേൾഡ് കപ്പ് ഇത് എഡിഷൻ 9 ആയിരുന്നു. ഈ ഒരു എഡിഷൻ 9 ഓർത്ത് വച്ചിരിക്കുക. റണ്ണറപ്പായത് സൗത്ത് ആഫ്രിക്കയാണ്. ആദ്യം വേദി ബംഗ്ലാദേശിലാണ് വച്ചിരുന്നത്. പക്ഷേ ആഭ്യന്തര കലാപം കാരണം വേദി UAE ആയിട്ട് മാറ്റേണ്ടി വന്നു. ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറായിരുന്നു ഇന്ത്യൻ ടീമിനെ നയിച്ചത്. ഇത് 2020 നോർമൽ വേൾഡ് കപ്പാണ്. ആദ്യം പഠിച്ചത് അണ്ടർ 19 വേൾഡ് കപ്പാണ്. ഇതിൻ്റെ എഡിഷൻ 9 ആണ്. ഇന്ത്യൻ ടീമിന് പങ്കെടുത്ത മലയാളികളായിരുന്നു ആശാ ശോഭനയും സജിന സജീവനും. ഇതിൽ ആശാ ശോഭന കളിയിൽ മത്സരിക്കുകയും വിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത് 2024 പുരുഷ ലോകകപ്പ്. ഇതിൻ്റെയും എഡിഷൻ 9 ആയിരുന്നു. 9th എഡിഷൻ തന്നെയായിരുന്നു 24 പുരുഷ വേൾഡ് കപ്പ്. റണ്ണറപ്പായത് ദക്ഷിണാഫ്രിക്കയാണ്. ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റനായിരുന്നത് രോഹിത് ശർമ്മയും പരിശീലകനായിരുന്നത് രാഹുൽ ദ്രാവിഡുമായിരുന്നു. ഇന്ത്യ വിജയിക്കുന്ന രണ്ടാമത്തെ 2020 ആണ് 2024. ആദ്യം വിജയിച്ച 2007 പാകിസ്ഥാനെതിരെ. ഫൈനലിലെ താരമായത് വിരാട് കോഹ്ലിയാണ്. ടൂർണമെൻറ്റിൻ്റെ താരമായത് ജാസ്പ്രീറ്റ് ബുംറയാണ്. വേദി നിശ്ചയിച്ച് വെച്ചിരുന്നത് എവിടെയൊക്കെയായിരുന്നു? വെസ്റ്റ് ഇൻഡീസും UAE ആണ്. ഈ ഒരു ടൂർണമെൻറ്റിന് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ് ഉണ്ടായത്. അതും വേണം ഈ 3 പേരെ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാം. ഇനി ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യയാണ് ജേതാക്കളായത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമായിരുന്നു ഇത്. 2002ലും 2013ലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. 2002 ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായാണ് കളി വിജയിച്ചത്. ഇന്ത്യൻ ടീമിൻ്റെ 7ാമത്തെ ICC കിരീടമാണ്. മൊത്തത്തിലുള്ള ടൂർണമെൻറ്റിൽ 7ാമത്തെ കിരീടമാണ് മൊത്ത ടൂർണമെൻറ്റിൽ. ICC ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല നോക്കുന്ന, ICC വേൾഡ് കപ്പ്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 7ാമത്തെ കിരീടമാണ്. റണ്ണറപ്പായത് ന്യൂസിലാൻഡായിരുന്നു. ഫൈനലിൽ വേദിയായത് ദുബായിയാണ്. പക്ഷേ ടൂർണമെൻറ്റ് വേദി പാകിസ്ഥാനായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ദുബായിയാണ് ഫൈനലിൽ വേദി വെച്ചത്. ഫൈനലിലെ താരമായത് രോഹിത് ശർമ്മയാണ്. ഔദ്യോഗിക ഗാനം ആലപിച്ചത് ആതിഫ് അസ്ലമാണ്. അപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യത്തിൻ്റെ ഇത്രയും എക്സ്പ്ലനേഷനിൽ ഇത്രയും
ടൂർണമെൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ സെറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിക്കുക. താങ്ക് യു.